ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുറവലങ്ങാട് ഈ സ്റ്റാൻഡിന് സമീപം ഇങ്ങനെ ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ശുശ്രൂഷ കാണുവാനും കേൾക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ഉച്ചഭാഷണിയും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അവരെയും ദൈവം സഹായിക്കട്ടെ. ഇവിടെ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, മറ്റ് ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ജോലി ചെയ്യുന്നവർ, എല്ലാവർക്കും ഈ ശുശ്രൂഷ, ഈ കൂട്ടായ്മ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വളരെ ലളിതമായി ശാന്തമായി തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ദൂതൻ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യമായിട്ട് വായിച്ചത്. ഒന്നുകൂടി ആ തിരുവെടുത്ത് എടുത്തു വായിക്കുവാൻ അപേക്ഷിക്കുന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആ കാര്യമായി ഇവിടെ നടക്കുന്നത് സുവിശേഷിക്കുന്നു, സുവിശേഷം പറയുന്നു. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ, ആരംഭത്തിലെ 4 സുവിശേഷ പുസ്തകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സുവിശേഷ പുസ്തകമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. ആരംഭത്തിൽ 4 പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. മത്തായി യേശുക്രിസ്തു രാജാതി രാജാവാണ് എന്നാണ് എഴുത്തുകളിൽ തെളിയിക്കുന്നത്, നമുക്കറിയാം. മർക്കോസ് ദാസരൂപമെടുത്ത യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടുകയാണ്. ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച യേശുവിനെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടാണ് യോഹന്നാന്റെ എഴുത്ത്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രാജത്വം, അവിടുത്തെ ദാസ്യത്വം, മനുഷ്യത്വം, ദൈവത്വം, ഈ 4 കാര്യങ്ങളാണ് ഈ 4 പേരും എഴുത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 28 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രാജ മഹത്വത്തെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നു. രാജാവായി പിറന്നവൻ എവിടെ? മാത്രമല്ല, ആ യെരൂശലേമിലേക്കുള്ള വരവിൽ യഹൂദന്മാരുടെ രാജാവ് ഹോശന്ന പാടി. ക്രൂശിൽ കിടക്കുമ്പോൾ ആമേൻ പീലാത്തോസ് എഴുതി തറച്ചല്ലോ, യഹൂദന്മാരുടെ രാജാവെന്ന്. ആ ക്രൂശിൽ കിടക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ രാജാവാണ് തെളിയിക്കുക. മാത്രമല്ല, പങ്കപ്പാടുകളും വിധകളും സഹിച്ച യേശുവിനെ എല്ലാവർക്കും മനസ്സിലാകാതെ വന്നപ്പോൾ പീലാത്തോസ് പറയാ, ഇതാ നിങ്ങളുടെ രാജാവ്. അങ്ങനെ മത്തായി സുവിശേഷം ഒട്ട് ഭാഗങ്ങളും പഠിക്കുമ്പോൾ യേശുക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുക. എന്നാൽ ലൂക്കോസിന്റെ എഴുത്തിൽ യേശുക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് വെളിപ്പെടുത്തിയിരിക്കുക. നല്ല മനുഷ്യൻ, സ്വഭാവ വൈശിഷ്ട്യമുള്ളൊരു മനുഷ്യൻ, മറ്റുള്ളവരെ കരുതുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന ഒരു മനുഷ്യൻ, വിശേഷതകൾ ഏറെയുള്ള മനുഷ്യൻ. ഇങ്ങനെയാണ് ലൂക്കോസ് തെളിയിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി വായിച്ച തിരുവെടുത്ത് 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത, അതില് 10-ാമത്തെ വാക്യമാണ് വായിച്ചത്. ആ
ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ആ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഖണ്ഡികയിൽ ദൂതൻ എന്ന് പറയുകയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് വായിക്കൂ കുഞ്ഞേ. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു യോഗം നടത്തുമ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് കുറച്ചുകൂടെ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സഭാഹോളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലാണെങ്കിൽ വേറെ നിലയിൽ സംസാരിച്ചാൽ അത് ആ നിലയിൽ പ്രയോജനമാണ്. ഇന്ന് രാത്രി ഈ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ഈ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ യോഗം നടത്തുമ്പോൾ ഏതിനെപ്പറ്റി സുവിശേഷത്തെ പറ്റി എന്ന് പറയുന്നതാണ് നല്ലത്. നിങ്ങൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആരെയും ചോദിക്കും എവിടെ പോയി, ഉടനെ പറയും സുവിശേഷ യോഗത്തിന് പോയതാ. അപ്പൊ ചോദിക്കുക എന്തുവാ ഈ സുവിശേഷം? ആ സുവിശേഷം എന്നാ കൊട്ടും പാട്ടും പ്രാർത്ഥനയും, ഇടയ്ക്ക് ഞങ്ങൾക്ക് ഈ പാട്ട് മൂക്കുമ്പോൾ ഒരു വെപ്രാളമൊക്കെ വരും. അന്നേരം ഞങ്ങളുടെ ഇടയിൽ ചില ആൾക്കാർ അതും ഇതുമെല്ലാം വിളിച്ചു പറയും. പാട്ടുകാരിൽ നിന്ന് ആടും പാടും ഉപകരണങ്ങളെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് പിള്ളേരുടെ ഭാഷയെ മൂപ്പിക്കും. പിന്നെ ആള് വരും, വണ്ടി വരും, പിന്നൊരു മേളമാണ്. ഇങ്ങനല്ലല്ലോ പറയേണ്ടത്. അപ്പൊ എന്താണ് സുവിശേഷം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അതിന് മറുപടി പറയണം. എല്ലാ കാര്യവും പറയുവാൻ നമ്മൾ ആളല്ല. എല്ലാ കാര്യവും അറിവുള്ളവരും എല്ലാ കാര്യവും പറയാൻ ജ്ഞാനമുള്ളവരാരും ഈ ലോകത്തിലില്ല. അത് ദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ അതിന് ന്യായമായ മറുപടി നമ്മൾ കൊടുക്കണം. അതിന് വാക്യമുണ്ട്, വായിച്ചേ മോളെ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ന്യായമായ കാര്യം ചോദിച്ചാൽ മറുപടി പറയണം. ന്യായത്തിനെ പറയാവൂ. ഉടക്കുണ്ടാക്കാനേ മിണ്ടരുത്. വഴക്കുണ്ടാക്കാനേലും മൗനം ദീക്ഷിച്ചോണം. എന്നാൽ ന്യായമായ കാര്യം ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കണം. വായിച്ചേ മോളെ, പത്രോസിന്റെ 1-ാം ലേഖനം 3-15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പൊ ഇത് നമുക്കുള്ള വ്യവസ്ഥയാണ്. അപ്പൊ ആരെങ്കിലും ചോദിക്കുക നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട്. ഉടക്കുണ്ടാക്കാൻ വരുന്നവരുണ്ട്, വഴക്കുണ്ടാക്കാൻ വരുന്നവരുണ്ട്, കൊച്ചാക്കാൻ വരുന്നവരുണ്ട്, അലോഗ്യം ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്. അത് നമുക്ക് വരവ് കാണുമ്പോഴും ചോദ്യം കേൾക്കുമ്പോഴും മുഖം കാണുമ്പോഴും രീതി കാണുമ്പോഴും നിപ്പും നോട്ടവും കാണുമ്പോൾ അറിയാം പുറപ്പാട് എന്തിനാന്ന്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങ് തോറ്റേക്കണം, അവര് ജയിക്കട്ടെ. എന്നാൽ ന്യായമായ ഒരാൾ ഒരു കാര്യം വന്ന് ചോദിക്കുക എന്തുവാ ഇത്, അപ്പൊ അതിന് മറുപടി പറയണം. അതെങ്ങനെയാ മറുപടി പറയേണ്ടത്? അതിനും വാക്യമുണ്ട്. ഒന്നുകൂടെ വായിച്ചേ കുഞ്ഞേ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോട്, ഏത് വ്യക്തിയോട്? ന്യായം ചോദിക്കുന്നവരോട് ഏവരോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും. അപ്പൊ ഇന്ന് രാത്രി ഇതാ ഇവിടെ നടക്കാൻ പോകുന്നത്. സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ ഇതിന് മറുപടി പറയാൻ പോവാ. ഏതിന്? സുവിശേഷത്തെ പറ്റിയാ. അപ്പോൾ ആരെല്ലാം ചോദിക്കുക എന്താണ് സുവിശേഷം? ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് സുവിശേഷം മതം മാറ്റമാണെന്ന. ഇത് മതം മാറ്റമല്ല. ചില ആൾക്കാർ പറയുന്നത് ഇത് സഭ മാറുക, സഭ മാറ്റവും അല്ല. ചിലർ പറയുന്നത് ഇത് സംഘടന മാറുന്നതാ, അല്ല. ഇത് തത്വസംഹിതകൾ നിരത്തുന്നതുമല്ല. സുവിശേഷം പ്രത്യേക ശാസ്ത്രങ്ങളെ വാരി വിതറുന്നതല്ല. സുവിശേഷം മറ്റുള്ളവന്റെ സ്വൈര്യം കെടുത്തുകയല്ല, മറ്റുള്ളവനെ ആക്രമിക്കുന്ന മാർഗമല്ല, അവരന്റെ തല കൊയ്യാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. അങ്ങനെ ഒത്തിരി പറയാനുണ്ട്. സുവിശേഷം എന്തുവാ? അപ്പൊ എന്താണ് സുവിശേഷം? അതിന് മറുപടിയാ. ശ്രദ്ധിച്ച് കേട്ടോണം, എല്ലാരും കേട്ടോണം. അപ്പൊ നാളെ നിങ്ങൾ ചോദിക്കരുത് ഇതെന്തുവാ. നിങ്ങൾ അവിടെ 2-3 ദിവസമായിട്ട് ഒച്ചയും ബഹളവും ആരാണ്ടൊക്കെ വരികയും പോവുകയും പിന്നെ പാട്ടുകാരും എന്തോ ഏതാണ്ടൊക്കെ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ പാടുന്ന എന്തുവാന്നോ ഇതൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. എന്തുവാ പാടിയത്? ആ പാടിയത് ഞങ്ങൾ അങ്ങ് പാടുക.
പിന്നെ ഞാൻ ആരാണ്ട് പ്രസംഗിച്ച് ഓടി വായോ പൊത്തോ എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കുള്ളതാ. എന്തുവായി 2-3 ദിവസം ഇവിടെ കിടന്ന് ഈ ചാട്ടവും മേളവും അതൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെന്നാലും ഇങ്ങനെ അതല്ല. അപ്പൊ ഇത് ന്യായമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇന്ന് രാത്രി അതാ ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ആരേലും ചോദിക്കുക എന്താ സുവിശേഷം, അപ്പോൾ അതിന് മറുപടി കൊടുക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണേ, എല്ലാവരും കേൾക്കണേ. എന്താണ് സുവിശേഷം? ഒന്നുകൂടെ ആവർത്തിക്കുക. മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, അവൻ മറ്റുള്ളവനെ ഉപദ്രവിക്കുന്ന മാർഗമല്ല. പിന്നെ എന്താ സുവിശേഷം എന്ന് പറഞ്ഞാൽ? അവൻ നസറയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. കുഞ്ഞെ വായിച്ചേ. ഞാൻ പറയുന്നതിനെല്ലാം വാക്യമുണ്ട് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ നിന്നായി പ്രസംഗിക്കുന്നത്. വേറൊന്നും പറയാൻ ഇല്ലെന്ന് താനും അറിയത്തുമില്ല, പറഞ്ഞാൽ ഒക്കത്തുമില്ല, പുസ്തകത്തിൽ നിന്നാ പറയുന്നത്. അപ്പോൾ വായിച്ചേ, എന്താണ് സുവിശേഷം? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ മോളെ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ന്റെ 8. പെട്ടെന്ന് വായിര്. ദാവീദിന്റെ സന്തതിയായി ഉപദേശമാരാരേലും വന്ന് വായിക്കായിരുന്നേ കുറച്ചുകൂടെ നന്നായിരുന്നു. കുഞ്ഞിന്റെ കുഴപ്പമല്ല, അവള് കൊച്ചു കുഞ്ഞല്ലയോ. അപ്പം പാസ്റ്റർമാരാരിലും ഉണ്ടല്ലോ ഈ സെന്ററിൽ, പാസ്റ്റർമാരില്ല, ആരും വായിക്കുന്നവരില്ലായിരിക്കും. ആയിക്കോട്ടെ, എല്ലാവരും അങ്ങ് വായിപ്പിക്കുന്നവരാ. അപ്പൊ ആട്ടെ, മോള് തന്നെ ഇത് വായിച്ചോ കേക്കട്ടെ. ഒക്കുന്നില്ലേ നമുക്ക് പിന്നെ ആളിനെ എടുക്കാം. മോളിത് വായിച്ചേ. ദാവീദിന്റെ സന്തതിയായി വിളിക്കാൻ പോവാന്നോ? അവിടെ ഇരിക്കേ. മോള് വായിര്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കുഞ്ഞിനെ കമന്ന് കിടന്ന് അങ്ങനെയൊക്കെയാണോ? അതിനാ വയ്യ. നന്നായിട്ട് വായിക്കേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? കേട്ടല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ഇന്ന് രാത്രി കുറവലങ്ങാട് പട്ടണത്തിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട്, മാന്യരായ പ്രിയപ്പെട്ടവരോട്, ഞങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് ഇന്ന് രാത്രി ഓർപ്പിക്കുക, എന്താണ് സുവിശേഷം? ഇത് ബന്ധുക്കോസ മാർഗമല്ല, മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, ബഹളവും വെപ്രാളവും അല്ല. എന്താ സുവിശേഷം? ഒറ്റവാക്കിൽ ന്യായമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ നസറയനാകുന്ന യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടെന്നും പറഞ്ഞ് നിർത്തിയില്ല, ചേർത്ത് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റു. അതാ ശ്രേഷ്ഠം. ഞാൻ നിങ്ങളും എല്ലാം ജനിച്ചു, മരിച്ചിട്ട് തീർന്നു. പിന്നെ ഒരു കുത്തു വിടും, ഒക്കുന്നെങ്കിൽ ഇപ്പറ ഒരു പദമുണ്ട്, ശുഭം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയും മരണത്തെ പറ്റിയും പറയുക, ജനിച്ച് മരിച്ചിട്ട് ശുഭമെന്നല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് യേശുക്രിസ്തു. അപ്പൊ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ എന്താണ് സുവിശേഷം? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത് വായിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത് വായിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. മൈക്കിൽ കൂടെ വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ, എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. ഇതാ സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞാൽ അവിടുത്തെ ജനനവും മരണവും ഉയർപ്പും, ഇതാ സുവിശേഷം. എന്തുവാ സുവിശേഷം? എന്താന്ന് ചോദിച്ചാൽ നല്ല വാർത്ത, നല്ല വർത്തമാനം, സദ്വർത്തമാനം. അതാണ് സുവിശേഷം. ഗുഡ് ന്യൂസ്, നല്ല വാർത്തയാണ്. എന്തുവാ നല്ല വാർത്ത? ഒന്ന്, യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാണ്. ഇവിടെ ഓരോരുത്തരും ജനിക്കുമ്പോൾ ചിലപ്പോൾ ആ വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്ക് നല്ല വാർത്തയായിട്ട് സന്തോഷമായിട്ട് തോന്നും. എല്ലാവർക്കും ഒന്നും സന്തോഷമായിട്ട് തോന്നത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാണ്. ദൈവത്തിന് മഹത്വം. നല്ല വാർത്ത. എന്താ ഇത് നല്ല വാർത്തയാകാൻ കാരണം? ഇത് ഒരു ദൂതനാ വന്ന് പറഞ്ഞത്, നിങ്ങൾക്കായൊരു രക്ഷകൻ ജനിച്ചെന്ന്. വിശേഷപ്പെട്ട ജനനമായ യേശുവിന്റെ ജനനം. ജനിച്ചപ്പോ ഒരു ദൂതനെ ദൈവം ഇങ്ങോട്ട് അയച്ചു. ദൈവം ഒരു ദൂതനെ വിളിച്ചേച്ച് പറഞ്ഞു, ചെന്ന് പറയണ ആട്ടിടയന്മാരോട് നിങ്ങൾക്കായിട്ട് രക്ഷിതാവ് ജനിച്ചെന്ന് ഒരു ദൂതൻ വന്ന് പറഞ്ഞു. നമ്മൾ വല്ലവരും ജനിച്ചപ്പോ ഏത് ദൂതനാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല.
എന്നാൽ യേശുവിന്റെ തിരുപ്പിറവിയിൽ ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു, ജനിച്ച വർത്തമാനം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ദൂതന്മാരെ വീണ്ടും അയച്ചു, പാട്ട് പാടി. അതാണ് അതിന്റെ 12-ാം വാക്യം. വായിച്ചോ, 12-ാം വാക്യം. എന്തോ പറ്റി? ഒറ്റ വാക്യം കൊണ്ട് നിർത്തിയോ? വായിച്ചോ. ക്രിസ്തു മരിച്ചിട്ട് മോളെ അതല്ല പറഞ്ഞത്. ലൂക്കോസ് 2:12 വായിര. അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അടുത്തത്, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. എന്നിട്ട് അവര് പറയാ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ യേശുവിന്റെ ജനനത്തിന്റെ വിശേഷത ഒന്ന്, ജനിച്ച മാത്രയിൽ ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ട് പറഞ്ഞു ജനിച്ചെന്ന്. ഈ ദൂതൻ വന്ന കാര്യമെല്ലാം കൂടെ പറഞ്ഞപ്പോൾ അടുത്തത് ഉടനെ ഒരു സംഘം ദൂതന്മാര് വന്നു, സ്വർഗീയ സൈന്യം. അവര് വന്ന് പാട്ട് പാടിയും വീണകൾ മീട്ടിയും വാദ്യോപകരണങ്ങൾ വായിച്ചുമൊക്കെ അങ്ങനെ ആയിരിക്കാം. ആ ആകാശമണ്ഡലം മുഴുവൻ നിറഞ്ഞ് ദൂതന്മാർ ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇങ്ങനെ ഒരു ജനനം ഇന്ന് വരെ നടന്നിട്ടില്ല, ഇനി നടക്കത്തുമില്ല. യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രമായി. അതുകൊണ്ടാണ് ഈ ജനനത്തിന് വിശേഷത. മറ്റെല്ലാവരും ജനിച്ചതുപോലല്ല യേശു ക്രിസ്തു ജനിച്ചത്. അവിടുത്തെ തിരുപ്പിറവി വളരെ വിശേഷപ്പെട്ടതാ. അതുകൊണ്ടാണ് ഇത് നല്ല വാർത്ത. യേശുവിന്റെ ജനനവും യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർപ്പും എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ ബഹുമാന്യ കർത്തൃദാസനോട് സമയമൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് അദ്ദേഹം സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൃത്യസമയത്ത് ഞാൻ നിർത്തുമ്പോൾ ഓർത്തോണം എന്നോട് പറഞ്ഞ സമയം അതായിരുന്നെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? ഒറ്റ വാക്കിൽ പറയാ, സുവിശേഷം നസറയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനവും അവിടുത്തെ മരണവും അവിടുത്തെ ഉയർപ്പും, അതാണ് സുവിശേഷം. രണ്ടാമത്തെ തലക്കെട്ട് നോട്ട് ചെയ്യുന്നവർ വേണേ നോട്ട് ചെയ്തോ. മോൻ എഴുതി എടുക്കുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരാളെങ്കിലും എഴുതുന്നല്ലോ, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ രണ്ടാമത്തെ തലക്കെട്ട് എന്താ? സുവിശേഷത്തിന്റെ എന്തിനാണ് ഈ സുവിശേഷം? അപ്പൊ ഒന്ന്, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. രണ്ടാമത്തെ തലക്കെട്ട എന്തിനാണ് സുവിശേഷം? എപ്പോഴും ഞാൻ പറയുന്നതാ, നിങ്ങൾക്കും അറിയാം. എന്താന്ന് ചോദിച്ചാൽ, സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യനും രക്ഷപ്പെടാൻ, അതിനാ സുവിശേഷം. ഒരു വാക്യം വായിച്ചോ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത് വായിക്കണം. എല്ലാം വചനത്തിൽ കൂടാ പറയുന്നത് കൊണ്ട് ഈ മറ്റുള്ളവർ ചിന്തിക്കും അവിടെ 2-3 ദിവസമായിട്ട് ഒച്ചയും ബഹളവും ഏതാണ്ടെല്ലാം കടന്ന് പറഞ്ഞേച്ചു പോയി. അത് പറയരുത്, അത് പറയിപ്പിക്കുകയും ചെയ്യരുത്. അവര് പറഞ്ഞതെല്ലാം വേദപുസ്തകത്തിൽ നിന്നാണ് പറയിപ്പിക്കണം. അതിനാ വായിപ്പിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം. നാളെ ഒരു അവസരത്തിൽ ഈ നാട്ടുകാരോ സമീപത്തുള്ളവരോ അല്ലെ മറ്റുള്ളവർ ചോദിക്കുക, എന്തുവായിരുന്നു അവിടെ 2-3 ദിവസം? എന്തുവാണോ കുറെ എണ്ണം അവിടുന്ന് വിടുന്നു എല്ലാം സമയമാകുമ്പോൾ 6:30 അവിടുന്ന് വിടുന്നു എല്ലാം പമ്പി വന്ന് ഏതാണ്ടെല്ലാം പറഞ്ഞേച്ച് അതുങ്ങളെല്ലാം പോയി. അങ്ങനെ പറയിപ്പിക്കരുത്. ഇവിടെ പറഞ്ഞത് ഒരാളെങ്കിലും പറയണം, അവരെ വേറെ പുസ്തകത്തിൽ നിന്നാ എല്ലാം പറഞ്ഞത്. കാവാർത്തിൽ നിന്ന് വന്ന പുള്ളി വാക്യം പറഞ്ഞപ്പോൾ 2 പേരും ഇത് വായിച്ചെല്ലാം പുസ്തകത്തിലെ കാര്യം അവർ പറഞ്ഞത്. അപ്പൊ ചോദിക്കും, പിന്നെ അപ്പം ലൈവിലും ഒക്കെ ഉണ്ട്, കേട്ടിരിക്കുന്നവരുണ്ട്. ഇവിടെ പറഞ്ഞത് തന്നെ, നിങ്ങളും വേറെ പുസ്തകം കൊണ്ടേ എടുത്തു, അല്ലെ ഇത് കഴിഞ്ഞ് നോട്ട് ചെയ്ത് വെച്ച് വീട്ടിൽ പോയി നോക്കേ, ഞങ്ങൾ ഈ പറഞ്ഞതെല്ലാം പുസ്തകത്തിൽ നിന്നാണോ ഇല്ലയോ എന്ന്. ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും വിടുന്നില്ല. ഇതെല്ലാം ഈ പുസ്തകമായ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളും പുസ്തകം കയ്യിലുണ്ടേ നോക്കിക്കോ, ഇല്ലേ നോട്ട് ചെയ്ത് വെച്ച് വീട്ടിൽ പോയി നോക്ക്. എന്തിനാ? ഇതിൽ നിന്ന് തന്നെയാണോ പറഞ്ഞെന്നറിയാനാ. ഇതിൽ നിന്ന് തന്നെ പറയുന്നുള്ളൂ. ഇന്ന് ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അതാണ് അവിടെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ കർത്തൃദാസൻ ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ
ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അപ്പോൾ എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം. ഈ രക്ഷ ഒരു വിഭാഗക്കാർക്കോ ഒരു മതക്കാർക്കോ ഒരു സഭക്കാർക്കോ ഒരു സംഘടനക്കാർക്കോ മാത്രമുള്ളതല്ല രക്ഷ. സകല മനുഷ്യനും രക്ഷപ്പെടണം. കുറവലങ്ങാട്ടുകാർക്ക് മാത്രമല്ല രക്ഷ, കോട്ടയംകാർക്ക് മാത്രമല്ല രക്ഷ, കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല രക്ഷ, ഇന്ത്യ രാജ്യത്തുള്ളവർക്ക് മാത്രമല്ല രക്ഷ, അയൽ രാജ്യങ്ങൾ കൂടെ ചേർത്തതല്ല രക്ഷ. രക്ഷ എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യനും രക്ഷപ്പെടണം. ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് അവൻ ചരിക്കുന്ന സകല മനുഷ്യനും രക്ഷപ്പെടണം. അതിനാണ് സുവിശേഷം. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മൂന്നാമത്തെ തലക്കെട്ട്. ആരാ ഇത് കേൾക്കേണ്ടത്? സുവിശേഷം ആരാ കേൾക്കേണ്ടത്? നമ്മൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാരോട് നമ്മൾ ഈ സുവിശേഷം പറയാൻ പോകുമ്പോൾ ചില പറയും എന്നാ നമ്മൾ പറയും സുവിശേഷം അങ്ങോട്ട് ചെല്ലാണ്ട് അതുവരെ കേൾക്കാത്തവരുണ്ട്, അങ്ങോട്ട് ചെന്ന് കേൾപ്പിക്കുക, ഇവിടെ കടന്ന് പറയാതെ ഉടനെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പറയുന്നത് എന്തുവാ സുവിശേഷം ഞങ്ങൾക്ക് കേൾക്കണ്ടാണ്ട് നിങ്ങളുടെ ആൾക്കാരെല്ലാം അവിടെ അങ്ങോട്ട് ചെന്ന് കേൾപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക, അല്ല തട്ടുകൊള്ളണം. അപ്പൊ മറുപടി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? 2 വാക്യം വായിക്കണം. അതും വേദപുസ്തകത്തിൽ നിന്ന് ഒത്തിരി ഉണ്ട് വാക്യം, ഇപ്പം ഈ 2 മതിയല്ലോ. 2 വാക്യം. ആരായി ഇത് കേൾക്കേണ്ടത്? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചോ. എല്ലാം ഇന്ന് വേദപുസ്തകത്തിൽ നിന്നാണ് വായിപ്പിക്കുന്നത്. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും ഇത് കേൾക്കണം. സകല സൃഷ്ടികളും. ഇനി അതിന്റെ 13-ന്റെ 10 വായിച്ചോ. 13-ന്റെ 10. എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കണം. അപ്പൊ സകല ജാതികളും കേൾക്കണം, സകല സൃഷ്ടികളും കേൾക്കണം, സകല ജാതികളും കേൾക്കണം. അപ്പൊ ഇതൊരു വിഭാഗക്കാരോ മതക്കാരോ സഭക്കാരോ സംഘടനക്കാരോ ഒരു ഏരിയയിലുള്ളവരോ ഒരു ദേശത്തുള്ളവര് മാത്രം കേൾക്കുന്നതല്ല. സുവിശേഷം സകല സൃഷ്ടികളും കേൾക്കണം, സകല ജാതികളും കേൾക്കണം. അതുകൊണ്ടാണ് ഇവിടെയും ഇങ്ങനെ നടത്തുന്നത്. എല്ലാരും കേൾക്കണം. അത് കത്തോലിക്കര് മാത്രം കേട്ടാ പോരാ, യാക്കോബക്കാര് മാത്രം കേട്ടാ പോരാ, ഓർത്തഡോക്സുകാര് മാത്രം കേട്ടാ പോരാ, മാർത്തോമക്കാര് മാത്രം കേട്ടാ പോരാ, ബെന്തിക്കോസുകാര് മാത്രം കേട്ടാ പോരാ, ബ്രദറുകാര് മാത്രം കേട്ടാ പോരാ, ഹിന്ദുക്കൾ മാത്രം കേട്ടാ പോരാ, മുസ്ലിം സഹോദരങ്ങൾ മാത്രം കേട്ടാ പോരാ, നാമധേയ ക്രിസ്ത്യാനികൾ മാത്രം കേട്ടാ പോരാ. എല്ലാവരും നിരീശ്വരവാദികൾ, ബുദ്ധനും ജൈനനും പാഴ്സിയും എന്ന് വേണ്ട, ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന സകല മനുഷ്യനും സുവിശേഷം കേൾക്കണം. അതിനായി ബന്ധപ്പെട്ട് ഈ മൈക്കിന്റെ സാങ്ഷനും ഒക്കെ എടുത്ത് ഇങ്ങനെ കേൾപ്പിക്കുന്നത്. അതെ, എന്ത് ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു യോഗം ഇവിടെ നോക്കുമ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതിന്റെ പിമ്പിൽ ഒത്തിരി അധ്വാനമുണ്ട്. എന്താ ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചേതോവികാരം? സകല സൃഷ്ടികളും ഇത് കേൾക്കണം. ഇത് ആരാ പറഞ്ഞത്? യേശുവപ്പച്ചനാ പറഞ്ഞ്, അല്ല സഭക്കാർ പറഞ്ഞ ഒന്നുമല്ല. ചില ആൾക്കാർ അവരുടെ പാസ്റ്റർമാർ പറഞ്ഞാ ഇതിനെയെല്ലാം വിട്ടേക്കുന്നത്. അല്ല, അയ്യോ ഇത് യേശു പറഞ്ഞതാ. ചില ആൾക്കാർ ധരിച്ചത് അവരുടെ സഭയുടെ നേതാവ് ഇതുങ്ങളെയെല്ലാം ഇറക്കി വിട്ടിരിക്കുക. ഇന്നാളെ ഒരാൾ പറഞ്ഞു എല്ലാത്തിനും കാശ് കൊടുത്ത് ഇറക്കുക, പോയി പറഞ്ഞോടാ. ഇത് നേതാക്കന്മാർ പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ പറയുന്നേ. നേതാക്കന്മാർ ഇപ്പം അതൊന്നും പറയുന്നില്ല, ഒരു വേറെ അല്ലേ പറയുന്നേ. അത് ഞാനിപ്പോൾ പറയുന്നില്ല. നേതാക്കന്മാർക്ക് ഇപ്പം ചൂചാട്ടം പറയാൻ നേരമുണ്ടോ? അല്ല, എല്ലാ സഭയുടെയും നേതാക്കന്മാരെ എല്ലായിടത്തും എടുത്തു. ഒരു സഭയുടെ മാത്രമല്ല. അവർക്ക് ഇതിന് വല്ലോ, അവർക്ക് അങ്ങനെയും ബിഷപ്പിന്റെ കസാര അല്ലെ, മെത്രാന്റെ കസാര, അല്ലെങ്കിൽ തിരുമേനിയുടെ കസാര അല്ലെ, പ്രസിഡന്റിന്റെ കസാര അല്ലെ, സഭയുടെ മേലധ്യക്ഷന്റെ കസാര പോകാതെ എങ്ങനെയും അള്ളിപ്പറ്റി ഇരിക്കണമെന്നല്ലാതെ വേറെ എന്തുവാ ചിന്ത? അതിനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, നിങ്ങളെന്നെ ഊറിയ ചിരി ഒന്നും ചിരിക്കേണ്ട, ഉള്ള കാര്യമായി പറയുന്നത്. അപ്പൊ അവരിതൊന്നും പറയുന്നില്ല. പിന്നെ ഈ സുവിശേഷം പറയണമെന്ന് ആരാ പറഞ്ഞത്? യേശുവപ്പച്ചനാ പറഞ്ഞത്. അങ്ങനല്ലേ വായിച്ചേക്കുന്നു? ഒന്നുകൂടെ വായിച്ചോ കർത്തദാസനെ. 16-ന്റെ 15-ഉം 13-ന്റെ 10-ഉം മുമ്പേ വായിച്ച വാക്യം തന്നെ വായിരേ. പിന്നെ അവൻ അവരോട് നിങ്ങൾ അവനവരോട് യേശു നേരിട്ട് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇത് പറയുമ്പോ തല്ലുമൊക്കെ കിട്ടും, ആക്ഷേപമൊക്കെ ഉണ്ട്, അപമാനമൊക്കെ ഉണ്ട്. ചെല്ലു പറയത്തില്ല ഒരു തൊഴിലുമില്ലാതെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കേൾക്കും, ഇനിയും കേൾക്കും. ചിലപ്പോ താടിക്ക് വന്ന് തേമ്പി എന്നിരിക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉള്ളതാ. ഇതിനകത്ത് ഉള്ളതാ. അനാവശ്യം പറഞ്ഞെന്ന് വരും.
അതൊക്കെ ഉള്ളതാ. ഇതൊക്കെ ഉണ്ടെന്നും കിട്ടുമെന്നും ഒക്കെ കരുതിയായി ഇറങ്ങിയേക്കുന്നേ. അതിന്റെ കാരണം എന്നാ? ഇത് യേശുവാ പറഞ്ഞ പോയി പറയണമെന്ന്. സഭയുടെ നേതാക്കന്മാരൊന്നും പറഞ്ഞതല്ല, ആ ഒരു വ്യക്തിയല്ല പറഞ്ഞു. യേശു നേരിട്ട് പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ച് മുമ്പോട്ട് പോകുകയാ. ഒന്ന്, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാണ് ഇത് കേൾക്കേണ്ടത്? മൂന്നാമത്തെ പോയിന്റാ, സകല ജാതികളും സകല സൃഷ്ടികളും ഇത് കേൾക്കണം. കേട്ടോണ്ടിരിക്കുകയാണല്ലോ, കേൾക്കണം. എഴുന്നേറ്റ് പോകരുത്, പെട്ടെന്ന് പോകരുത്, കേൾക്കണം. അതിനെ ഇത് കേൾക്കണമെന്ന്, ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. സകല സൃഷ്ടിക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. സകല ജാതികൾക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. അതിനാ സുവിശേഷമേ ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇതെല്ലാരും കേൾക്കാൻ പറഞ്ഞേ. ഇത് മതത്തിന്റെ പ്രസംഗമല്ല, മതപ്രസംഗമല്ല. ഞങ്ങളുടെ നോട്ടീസൊക്കെ എടുത്ത് നോക്കിയേ, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, മതപ്രസംഗമെന്നില്ല. ഉണ്ടോ? IPC കുറവലങ്ങാട് രഹബോത്ത് ടൗണും സഭയൊരുക്കുന്ന കൺവെൻഷൻ എന്നേ ഉള്ളൂ, മതപ്രസംഗമെന്നില്ല. നോട്ടീസ് അടിക്കുമ്പോഴല്ല അങ്ങനെ. മതപ്രസംഗമാണെങ്കിൽ ഞാൻ വരുത്തുമില്ല. അത് മതത്തിന്റെ ആൾക്കാർ വന്ന് പറഞ്ഞു വെച്ചു പോകും. ഇത് സുവിശേഷ പ്രസംഗമായതുകൊണ്ടാ വന്നേ. കൺവെൻഷൻ നോട്ടീസ് അല്ല എടുത്ത്, ഇത് മതപ്രസംഗമല്ലല്ലോ. ഉറങ്ങുകയാണോ? എൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് പുള്ളി പ്രാർത്ഥിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് മതപ്രസംഗമല്ല. നമ്മുടെ നോട്ടീസിലൊന്നും മതപ്രസംഗമെന്നല്ല കൊടുക്കുന്നത്. പിന്നെ എന്താ കൊടുക്കുന്നത്? സുവിശേഷ യോഗം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും സകല സൃഷ്ടികളും ആമേൻ ഈ സുവിശേഷം കേൾക്കണം. എല്ലാരും കേൾക്കണം, ഇതെല്ലാരും കേൾക്കണം. ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. വേറെ പലതും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. ഞാൻ എപ്പോഴും പറയും, പ്രായമുള്ളവർ വർത്താനം പറയുമ്പോൾ കൊച്ചു പിള്ളേര് അവിടെ അടുത്ത് ചെന്നിരുന്ന ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, എന്തുവാടാ കീഴേ വന്നിരിക്കുന്നത്? മൂത്തവർ വർത്താനം പറയുന്നതിന്റെ കീഴേ എന്നെ കേൾക്കാനാ. അപ്പം മൂത്തവർ പറയുന്നതെല്ലാം കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാണ്. അതില്ലേ ചോദിക്കുന്നത്, എന്തുവാ കീഴേ വന്ന് ഇരിക്കുന്നത്? പ്രായമുള്ളവർ വർത്താനം പറയുന്നതിനിടെ. അപ്പൊ പ്രായമുള്ളവർ പറയുന്നതെല്ലാം കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതായിരുന്നു ഒപ്പിക്കുന്നത്. ഇപ്പൊ നേരെ തിരിഞ്ഞു കൊച്ചുങ്ങൾ വന്ന് ചോദിക്കും, അമ്മച്ചി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങൾ കൂട്ടുകാര്, ഞങ്ങൾ പല കാര്യവും. അപ്പൊ അമ്മച്ചിക്ക് കേൾക്കാൻ മേലാത്ത ആ കൊച്ചുങ്ങളും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആർക്കും ആരെയും കേൾക്കാൻ മേലാത്തതാ. എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന വാർത്തയാ സുവിശേഷം. അപ്പച്ചനും കേൾക്കാം, അമ്മച്ചിക്കും കേൾക്കാം, മക്കൾക്കും കേൾക്കാം, കൊച്ചുമക്കൾക്കും കേൾക്കാം, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും എല്ലാവർക്കും കേൾക്കാൻ. സകല ബിസിനസ് ചെയ്യുന്നവർക്ക് കേൾക്കാം, ജോലിക്കാർക്ക്, പോലീസ് അധികാരികൾ അവർക്കും കേൾക്കാം, രാഷ്ട്രീയക്കാർക്ക് കേൾക്കാം, മത നേതാക്കന്മാർക്ക് കേൾക്കാം, സാമുദായിക സംഘടനക്കാർക്ക് കേൾക്കാം, ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് കേൾക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. അതാ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എല്ലാരും കേട്ടോണം. ഇത് ജാതി സ്പർദ്ധ ഉണ്ടാക്കുകയല്ല, ജാതിയെ കൊല്ലാനുള്ള പ്രേരണ കൊടുക്കുകയല്ല. ഇത് നല്ല കാര്യമാ പറയുന്നത്. ഓടിച്ചു മുമ്പോട്ട് പോകുക, വിവരിക്കുന്നില്ല അധികം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും ഇത് കേൾക്കണം. എല്ലാരും കേൾക്കണം. 4, ആരാ ഇത് പറയേണ്ടത്? അയ്യോ, ചില ആൾക്കാർ ധരിച്ചേക്കുന്ന കുറെ പേരെ മാത്രം സെലക്ട് ചെയ്ത് വിട്ടേക്കുകയാണ്. അല്ല, ഇത് എല്ലാവരോടും എല്ലാവരും പറയണം. എടുത്തു വായിപ്പിക്കുന്നില്ല, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട വാക്യം വായിക്കോ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ ഇതാരാ പറയേണ്ടത്? എല്ലാവരും ഇത് പറയണം. നിങ്ങളോ അങ്ങനെ നിങ്ങളോ. അപ്പൊ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾ ഇത് പറയണം. അല്ലാതെ ഇത് 3-4 പേർക്ക് മാത്രം കൊടുത്തിരിക്കുന്നതല്ല, സെൻട്രൽ കമ്മിറ്റിയെ ഏൽപ്പിച്ചേക്കുന്നതല്ല, സെൻട്രൽ സെക്രട്ടറിക്ക് കൊടുത്തതല്ല, ഗോസ്പൽ ടീമിന് മാത്രം കൊടുത്തതല്ല. ഏതാ സുവിശേഷം? അങ്ങനെ ചിലർ ധരിച്ചു വെച്ചേക്കുന്നത്. ഇന്ന് സുവിശേഷ പ്രവർത്തനം ആരാ? അത് സെൻട്രൽ ചെയ്യുന്നുണ്ട്. ആരാ ഇതിന്റെ പ്രസിഡന്റ്? ആരാ പ്രസിഡന്റ്? ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല. ഇവിടുത്തെ പ്രസിഡന്റ് അല്ല, പല പ്രസിഡന്റും ഇന്ന് വരെ ഇത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുമില്ല. ആരാ ഇതിന്റെ ചുമതലപ്പെട്ടവര്? ആ പുള്ളി ഓഫീസിലുണ്ട്, പുള്ളി ഓഫീസിൽ ഇരിക്കുകയേ ഉള്ളൂ. അപ്പൊ ഇതാരാ ഇത് പറയേണ്ടത്? രക്ഷാനിർണയം പ്രാപിച്ച സകല ദൈവമക്കളും ഈ സുവിശേഷം അറിയിക്കണം, സൽഗുണങ്ങളെ അറിയിക്കണം. അതല്ല, ഇത് അറിയിക്കാൻ കൊള്ളാവുന്ന മാർഗമാണ്.
ദൈവത്തിന്റെ മകത്ത് ഓടിച്ചു പോകുക. അപ്പൊ എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം? ആ സുവിശേഷം ആര് കേൾക്കണം? ആ സ്തോത്രം മാത്രം ആര് പറയണം? 4 കാര്യം ചിന്തിച്ചു. അഞ്ചാമത്തെ തലക്കെട്ട എഴുതിക്കോ മോനെ. അഞ്ചാമത്തെ തലക്കെട്ട് എങ്ങനാ ഇത് പറയേണ്ടത്? എങ്ങനെ പറയണം? ഒന്ന്, എല്ലാം വാക്യങ്ങളുണ്ട്, എല്ലാം ഇപ്പൊ എടുപ്പിക്കുന്നില്ല. ആദ്യം ഈ പറയുന്ന പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. വേണ്ടേ? പറയുന്ന പുള്ളിക്ക് ഇതിനെപ്പറ്റി ഈ ചിലരങ്ങ് പറയുന്നുള്ള അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇത് പറഞ്ഞു വെച്ചാൽ അവർ പിന്നെ ഉടനെ പറയാം നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോകാം, ഇവിടെ പറഞ്ഞത് യേശു സൗഖ്യമാക്കുമെന്ന. അപ്പം ഇവരിത് പഠിച്ചു വെച്ച കുറേ കാര്യം പറയുന്നതല്ലാതെ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എല്ലാം ഒന്നും വിവരിക്കുന്നില്ല. ഇത് പറയുന്നയാൾക്ക് വിശ്വാസം വേണ്ടേ? എങ്ങനെയാ പറയേണ്ടത്? ചുമ്മാ 5-6 വാക്യം പറഞ്ഞു വെച്ച് പോകുമല്ല. വായിച്ചോ എന്നും പറഞ്ഞ് വാക്യം. ഇത് പറയുമ്പോൾ അതിന് രീതിയുണ്ട്. വായിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം മാത്രം പറഞ്ഞു വെച്ച് പോകുമല്ല. വാക്യം മാത്രം ഒന്നും പറയല്ല. ചിലടത്ത് ചിലപ്പോ ഇങ്ങനെ വാക്യം മാത്രം നിന്ന് പറയും. കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? വാക്യം മാത്രം. പിന്നെ അങ്ങനല്ല പറയേണ്ടത്. പിന്നെ വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെ എന്ത് പാടുത്തത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. അപ്പൊ ഇങ്ങനെ ഇത് പറയണ്ടേ? ശക്തിയും വേണം, പരിശുദ്ധാത്മാവും വേണം, ബഹുനിശ്ചയവും വേണം. ചെല്ലു പറയുന്ന കേട്ടാ ഒരു ശക്തിയും ചൈതന്യവും ഒന്നുമില്ല. അതാ കേൾക്കുന്നവർ പറയും എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വചനമൊക്കെ പറഞ്ഞു. എന്നിട്ടോ ഒരു ഉണക്കപ്രസംഗമായിരുന്നു. നിൽക്കുന്നത് തന്നെ ഉണക്കയായിട്ടാ, വരുന്നതും ഉണക്കയാ. അതിന് ആൾക്കാരങ്ങ് പോവുക. രോഗം കഴിയുമ്പോൾ ഉണക്ക. നിങ്ങൾ കണ്ടിട്ട് ലീഡ് ചെയ്യുന്നത് ഉണക്ക, പ്രാർത്ഥിക്കാൻ വരുന്ന 2 ഉണക്ക, പ്രസംഗിക്കാൻ വരുന്ന 2 ഉണക്ക, പാട്ട് പാടുന്ന ഓരോ ഉണക്ക, കേൾക്കുന്നത് കണ്ടമാനം ഉണങ്ങിയതും. ഇങ്ങനെയൊന്നും അല്ല ഇത് പറയേണ്ടത്. പിന്നെ എങ്ങനെയാ ഇത് പറയാം? അല്ല, ഞാനങ്ങ് തുറന്നു പറയാ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. ഇതെങ്ങനെയാ പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഒന്നുകൂടെ വായിച്ചോ. ഒന്ന് ഉണക്ക വായനയല്ല, നന്നായിട്ട് വായിച്ചു. ഞങ്ങളുടെ വചനം അങ്ങനെ വായന. ദൈവത്തിന്റെ മഹത്വം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം പറഞ്ഞേച്ച് പോകുകയല്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ഒരു വാക്യം എടുത്ത് 7ആയിട്ട് കീറി, പിന്നെ അത് ഒന്നുകൂടെ കീറി, പിന്നെ അത് 2ആയിട്ട് കീറി, പിന്നെ അതിന്റെ ഗ്രീക്ക്, ഹീബ്രു, ലാറ്റിൻ പദം എല്ലാം കീറി കുറെ വാക്യം. അതൊന്നും അല്ല, അങ്ങനല്ല. അത് പറയണം വാക്യം. പക്ഷെ കുറെ വാക്യം മാത്രം പറഞ്ഞാൽ പോരാ. എഴുതിയിരിക്കുക ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോട്. ഇത് പറയുമ്പോൾ ശക്തി ഉണ്ടായിരിക്കണം. നിനക്കും ശക്തി ഉണ്ടായിരിക്കണം, കേൾക്കുന്നവന് ശക്തിപ്പെടണം. ഇങ്ങനെ വരുന്ന കേൾക്കുന്നല്ലോ. ആട്ടെ, ശക്തി ഈ ഗ്രൗണ്ട് ആയതുകൊണ്ടായിരിക്കും. ആട്ടെ, അതൊക്കെ ലൈലാൻഡിന്റെ വണ്ടി കയറി വരും പോലെ വരുന്നുണ്ട്. ശക്തിയോടും പിന്നെ പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഇത് അറിയിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആ സുവിശേഷം അറിയിക്കേണ്ടത്. എല്ലാം വിവരിക്കുന്നില്ല. വാച്ചിഞ്ഞതായില്ലേ, ഞാൻ അങ്ങ് നിന്ന് പ്രസംഗിക്കും, പിന്നെ അതൊക്കെ പ്രശ്നമായി തീരും. സമയം കൂടുതലെടുത്തെന്നും പറഞ്ഞു. അതുകൊണ്ട് വാച്ചിഞ്ഞതാ, ഇത് കറക്റ്റാണല്ലോ. ആട്ടെ, അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വസൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. സ്തോത്രം. എല്ലാവരും ഇത് കേൾക്കണം. ആരാ ഇത് പറയേണ്ടത്? രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾ ഇത് പറയണം, സൽഗുണം ഘോഷിച്ചോണം. ഇതെങ്ങനെ പറയണം? അതായിപ്പോ കേട്ടത്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ പറയണം. 6 ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? ഇങ്ങനെയാണോ ഇരുന്ന് കേൾക്കുന്നേ? ഇങ്ങനെ ഇരിക്കുന്നല്ലോ. എങ്ങനെയാ ഇത് കേൾക്കേണ്ടത്? ഇവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നവരോടാ. ഇങ്ങനെയൊക്കെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പറയുമ്പോൾ എങ്ങനെയാ കേൾക്കേണ്ടത്? വായിച്ചോ. അധ്യായത്തിന്റെ 6-ാം വാക്യം വായിര്. എങ്ങനെ കേൾക്കണം? 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇങ്ങനെ വേണം കൈക്കൊള്ളാൻ. കേൾക്കേണ്ടത് ഇങ്ങനെ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇത് കേൾക്കുമ്പോ നല്ല സന്തോഷത്തോടെ വേണം കേൾക്കാൻ. അല്ലാതെ വള്ളം മുങ്ങിയതുപോലെ വലിയ നഷ്ടക്കച്ചവടം വന്നതുപോലെ കേൾക്കുന്നു. നാളൊരുത്തൻ കേൾക്കുന്ന കണ്ട് അവനും ഇരുന്ന് കേൾക്കുക. ഞാൻ ചോദിച്ചു, തലവേദനയാണ്? ഒരു വേദനയില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ കേൾക്കുന്നത്.
ഇത് കേൾക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കേൾക്കണം. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുള്ളതാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് ക്രിയ ചെയ്യുന്ന തിരുവചനമാ. ഈ തിരുവചനം എങ്ങനെ കേൾക്കണം? ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനമാ. ഇത് ദൈവത്തിന്റെ വചനമാ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ, വചനം ദൈവമാ. ഈ വചനം എങ്ങനെ കേൾക്കണം? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഓടിച്ച് മുമ്പോട്ട് പോകുക. അപ്പോൾ സുവിശേഷത്തിൻ്റെ പറ്റി 6 തലക്കെട്ടാ പറഞ്ഞത്. എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം? ആരാണ് കേൾക്കേണ്ടത്? ആരാണ് പറയേണ്ടത്? എങ്ങനെ കേൾക്കണം? ആമേൻ, സ്തോത്രം. ഇത് കാര്യങ്ങളായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിന് മഹത്വം. ഇനി 7ാമത്തെ തലക്കെട്ട് ഈ സുവിശേഷത്തിന്റെ വിശേഷതയാണ്. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഞാൻ ചില കാര്യങ്ങൾ പറയാം. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. എല്ലാം ഒന്നും ഇപ്പൊ പറഞ്ഞ് ഫലിപ്പിക്കാനും പറഞ്ഞ് തീർക്കാനും ഒന്നും നേരമില്ല. അപ്പം ലഭിച്ച സമയത്തിന്റെ പരിധിയിൽ നിന്ന് ചില കാര്യം ചിന്തിക്കാം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? സമയമായില്ല മോളെ, വാച്ച് നോക്കണ്ട, ഇവിടെ ഉണ്ട് വാച്ച്. ഇത് കറക്റ്റാണെന്ന് ആ ദൈവദാസൻ പറഞ്ഞു. ഇനി മോള് നോക്കണ്ട, ഒക്കെ ഞാൻ എൻ്റെ സമയത്ത് നിർത്തി തരാം. ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുക. ഒന്ന്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. എന്താ സുവിശേഷം? സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. വായിച്ചോ, റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 16 എല്ലാം വചനത്തിൽ നിന്നാ. കാരണം ഇവിടെ പറയുന്നതൊക്കെ വേറെ പുസ്തകത്തിലാന്ന് മനസ്സിലാക്കണം. അതിനാ, അല്ല ചുമ്മാ വരുന്നതെല്ലാം വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോയതല്ല. പറഞ്ഞതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാ. വായിരേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗം. ആരെ രക്ഷിക്കുമെന്ന? സകല മനുഷ്യനെയും രക്ഷിക്കും. സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു ഏക രക്ഷകൻ, യേശു ക്രിസ്തു ഏക രക്ഷിതാവ്. അപ്പോൾ അതാ ഇന്ന് രാത്രി ഇവിടെ ഓർപ്പിക്കുന്നത്. ഇതൊരു വിഭാഗത്തിന്റെയോ മതത്തിന്റെയോ സഭക്കാരുടെ അല്ല. യേശു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഈ രക്ഷ പ്രാപിക്കാൻ പൈസയൊന്നും കൊടുക്കണ്ട, നേർച്ചയൊന്നും വിടണ്ട, 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട, അരിയും തുണിയും മണിയും കിണിയും ഒന്നും കൊടുക്കണ്ടെന്ന് വേണ്ട, ഒന്നും കൊടുക്കണ്ട. അല്ല, കൊടുത്തിട്ട് എന്നെ എടുക്കാനാ? ഇതെല്ലാം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതല്ലേ? ആ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ എന്തോ കൊണ്ട് കൊടുക്കാൻ? ഇത് കാണുന്ന മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാ, മുഴുവനും. ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വാക്കിനാൽ ഉളവാക്കിയതാ സകലതും. ആമൻ, ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതാ സകലതും ദൈവം. ആ ദൈവത്തിന് ആമൻ സ്തോത്രം നമ്മളൊന്നും കൊണ്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. സമുദ്രത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ആമൻ കൂട്ടമായി സമുദ്രത്തിൽ ആമൻ ഈ മത്സ്യങ്ങൾ ജനിക്കട്ടെ. എൻ്റെ ഭാഷയാ, തിമിംഗല മുതൽ ചൂട വരെ ദൈവം സൃഷ്ടിച്ചതാ. ഒറ്റ വാക്ക് കൊണ്ട് തിമിംഗല മുതൽ ചൂട വരെ. എന്നാ വരാ നമ്മൾ ചൂരയെ പിടിച്ചുകൊണ്ട് വന്ന് 2 ചൂര ദൈവത്തിന്. ദൈവം ഇരുന്ന് ഇരിക്കുക വീട്ടി, ഞാൻ ഇല്ലയോടാ തിമിംഗലത്തെ സൃഷ്ടിച്ച, പിന്നെ നിന്റെ 2 ചൂരയാണോ എനിക്ക് ആവശ്യം? ദൈവത്തിന് ചൂരയും വേണ്ട, കേരയും വേണ്ട. ദൈവത്തിന് നിന്നെ മതി, ദൈവത്തിന് നിന്നെ മതി, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണ്. നക്ഷത്രമണ്ഡലങ്ങളെയും ആകാശഗംഗ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ പൂജര കേജര വസ്തുക്കളെ സൃഷ്ടിച്ചവൻ, ആ മൃഗജാലങ്ങളെ, ഇടജാതികളെ, പർവ്വജാതികളെ സകലത്തെയും സൃഷ്ടിച്ചവൻ ആ ദൈവം. ആ ദൈവത്തിന് നമ്മളൊന്നും കൊണ്ട് കൊടുത്തിട്ട് ഏക്കുകയല്ല. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. വായിച്ചോ, മീകാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ദൈവത്തിന് വല്ലതും വേണോന്ന്? മീകാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പെട്ടെന്ന് വായിച്ചോ. മീകാ 6:6. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്, എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുവെന്നാ ചോദ്യം അടുത്തത്. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അടുത്തത് 1000 ആട്ടുകൊറ്റലിലും 10,000 തൈലനദികളും യഹോവ പ്രസാദിക്കുമോ? പിന്നെ എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അടുത്ത വാക്യം, മനുഷ്യ നല്ലത്. ഇത് ശ്രദ്ധിക്കണം. അപ്പൊ നിന്റെ ആട് വേണ്ട, മാട് വേണ്ട, കാള വേണ്ട, കഴുത ഒന്നും ദൈവത്തിന് വേണ്ടെന്ന്. മൃഗബലിയും വേണ്ടെന്ന്, അരബലിയും വേണ്ട. പിള്ളാരെയും കൊല്ലരുത്, മൃഗത്തെയും കൊല്ലണ്ട. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ലെന്ന്.
ദൈവത്തിന് വിശന്നാ ചോദിക്കുമോന്നാ വായിച്ചു ഒരു വാക്യം. ഇത് മറിക്കാതെ കണ്ട് വേറൊരു വാക്യം വായിച്ചേ. 50-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം വായിര്. സങ്കീർത്തനം 50-ന്റെ 9 പെട്ടെന്ന് വായിച്ചു. 50-ന്റെ 9 പെട്ടെന്ന് വായിര്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ? ദൈവം ചോദിക്കുക, നിന്റെ വീട്ടിൽ നിന്ന് വേവിച്ച നിന്റെ വീട്ടിൽ നിന്ന് കാളയോ? നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ? നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റനെയോ ഞാൻ എടുക്കയില്ല. ദൈവം പറയാ, വേവിച്ചന്റെ കാളയും വേണ്ട, മേലിക്കുട്ടിയുടെ ആടും ഒന്നും വേണ്ടെന്ന്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. പിന്നെ ദൈവത്തിന് നിന്റെ ആടോ മാടോ കാളയോ കഴുതിയോ ദൈവത്തിന് വേണോ? വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് ഇതൊന്നും വേണ്ട. പിന്നെ അടുത്ത വാക്യം, മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. ഞാൻ മുഴുവൻ പക്ഷിയെ ദൈവം സൃഷ്ടിച്ചതാണ്. അന്നേരം നമ്മൾ 2 പെടക്കോഴി ഇതാർക്കാ? അത് ദൈവത്തിന്. പിന്നെ പുള്ളി പൊരുന്നിരിക്കാൻ പോവില്ലയോ? ദൈവത്തിന് നിന്റെ പെടക്കോഴിയും വേണ്ട, പൂവൻകോഴിയും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട, കാളയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ദൈവത്തിന്റെ പൈസയും വേണ്ട. ദൈവത്തിന് ആവശ്യം നിന്നെയാ. ഇന്ന് രാത്രി കേൾക്കുന്ന കിടത്ത്, ആമ ഇരിക്കുന്ന കിടത്ത്, ആമ ശ്രദ്ധിക്കുന്ന കിടത്ത് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എൻ്റെ ദൈവമേ എന്നെ ഉപേക്ഷിക്കരുത്, എൻ്റെ ദൈവമേ എന്നെ നശിപ്പിക്കരുത്, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു ഏകരക്ഷകൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക? മന്നമ്മേ ഇകത്തിലുണ്ടോ പറക? യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക? മന്നമ്മേ ഇകത്തിലുണ്ടോ പറക? യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക? മന്നമ്മേ ഇകത്തിലുണ്ടോ പറക? എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും ഒന്നുകൂടെ ഉറപ്പിക്കട്ടെ. ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ തലമുറയെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, നിന്റെ ഭാവിയെ രക്ഷിക്കും. ജീവിതത്തിന്റെ തകർച്ചയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, ലഹരി പദാർത്ഥം പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, മറ്റേ യാതൊന്നും പരിഹാരമില്ല. പരിഹാരം യേശു ക്രിസ്തുവിനുണ്ട്. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു ഒരു മതത്തിന്റെ ഒരു സഭയുടെ സംഘടന ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. യേശുക്രിസ്തു നിന്റെ കുടുംബത്തെ രക്ഷിക്കും. നിന്റെ തകർച്ചകളും പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവനാ ദൈവം.
5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഒന്നുകൂടെ ഉറപ്പിച്ചും നിറപ്പിച്ചും വചനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്ന് പറയുക, ഇരിക്കുന്ന കിടത്തിരുന്ന് കേൾക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഈ രാത്രി യേശു രക്ഷിക്കും. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുമീ നല്ല സമയം. മക്കളെ, അറിയാവുന്ന പാട്ട് പാടുമ്പോൾ നിങ്ങളൂടെ പാടതോ നിങ്ങൾ കൊണ്ടുവന്ന പാട്ട് മാത്രമോ പാടുമോളൂ? അറിയാവുന്നത് പാടുമ്പോഴേ നിങ്ങളും കൂടെ ഒന്ന് പാട്. അതോ നിങ്ങൾ 3-4 പാട്ടുമായിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ അതേ പാടുമ്പോഴും താൻ എന്തേലും പാടി വെച്ച് പോകുന്നതാണോ? ഇവിടെ ചേർന്ന് പാടും. ഇത് നല്ല പാട്ടാ. ഉലകമായ അജക് സമം അതു നമ്മാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്മാതെ മയക്കും നിന്നെ. രക്ഷകനേ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ശ്രദ്ധിക്കണേ, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷിക്കും, എല്ലാവരെയും രക്ഷിക്കും. ആട്ടെ, മുമ്പോട്ട് പോകാൻ. 2, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 2 അധികം വിവരിക്കുന്നില്ല, പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് പോകുക. എന്താ സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഏത്? സുവിശേഷം സമാധാനമാണ്. വായിച്ചു എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 തിരുവെടുത്ത് വായിച്ച്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ് സുവിശേഷം. വായിക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. അപ്പൊ സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷമാണ് സമാധാനം തരുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും ഒരു കാലത്ത് സമാധാനമില്ലാതെ മനഃശാന്തി ഇല്ലാതെ നെട്ടോട്ടം ഓടിയവരാ. ഇപ്പോഴത്തെ എന്ത് ശാന്തമായിട്ടാ വന്നിരിക്കുന്നത്? അതന്നെ ഈ സുവിശേഷം അകത്തോട്ട് വന്നതാ. ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്ന ചില സഹോദരന്മാരുടെ കയ്യിലും ചില സഹോദരിമാരുടെ കയ്യിലും കൊടുത്ത് ഇങ്ങോട്ട് കയറി 2 വാക്ക് പറഞ്ഞാൽ അവരെല്ലാവരും ഏകസ്വരത്തോടെ പറയുന്ന കാര്യം ഒന്നിതാ: ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, എന്നാൽ യേശു ഞങ്ങൾക്ക് സമാധാനം തന്നു. ഈ സുവിശേഷം ഞങ്ങൾക്ക് ആത്മഹത്യക്ക് പോയതാ, കുഞ്ഞുങ്ങളെ കൊല്ലാനൊരുങ്ങിയതാ, വിഷം കലക്കാനൊരുങ്ങിയതാ, വിഷം കുടിക്കാനൊരുങ്ങിയതാ, ആറ്റിച്ചാടിച്ചാകാനൊരുങ്ങിയതാ, റെയിൽവേ പാളത്തിൽ തലവെക്കാനൊരുങ്ങിയതാ, ആ എലിവശം തിന്നാനൊക്കെ ഒരുങ്ങിയതാ. പണ്ടത്തെ ചാകല ഞാനീ പറയുന്നത്. പ്ലാവെ കയറി കുരുക്കിടാനൊക്കെ ഒരുങ്ങിയതാ. പക്ഷേ അങ്ങനെയൊക്കെ ഒരുങ്ങിയപ്പോൾ ഈ സുവിശേഷം കേട്ടു. യേശു ഞങ്ങൾക്ക് സമാധാനം നൽകി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അപ്പോൾ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആർക്കും പ്രശ്നമില്ലെന്നല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുള്ളവരാ, ഇല്ലേ? കടഭാരമുള്ളവരെന്ന് കൈ പൊക്കിക്കുക. തരാനല്ല, അറിയാനാ. കൈ പൊക്കന്നങ്ങോട്ട്. അണ്ടോ ഇത്ര എണ്ണത്തിന് കടമ, എന്നാലും ആ വെട്ടവും വെളിച്ചവും സന്തോഷം കണ്ടോ? കടമുണ്ടെന്ന് പറയുമോ? ഇതാ സുവിശേഷത്തിന്റെ വിശേഷത. സ്വന്തമായിട്ട് വീടില്ലാത്തവരെന്ന് കൈ പൊക്കുക. വെച്ച് തരാനല്ല, ഗവൺമെന്റ് തരുന്നുണ്ട്, ഇനിയും തരും. ഇന്ന് പേപ്പറിൽ കണ്ട് 5 ലക്ഷം എങ്ങാണ്ട് കൊടുത്തെന്ന കൈ പൊക്കാൻ. വേണ്ടായിരിക്കുമല്ലയോ? കണ്ടോ? അപ്പം സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഇതിനകത്തുണ്ട്. പക്ഷെ ആ ചിരിയും സന്തോഷവും കണ്ടോ? അതന്നെ സുവിശേഷം വന്നതുകൊണ്ടാ. രോഗപീഠകളിൽ വലയുന്ന പലരും, ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗം, പല രോഗങ്ങളുള്ളവർ, ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ കിഡ്നി പ്രോബ്ലമോ ഹാർട്ടിന്റെ പ്രോബ്ലമോ ഷുഗർ കൂടിയതോ അങ്ങനെ കാലിന് വേദനയോ അങ്ങനെയൊക്കെ എന്തെല്ലാം രോഗമുള്ളവരെന്ന് കൈ പൊക്കിക്കേ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നെങ്കിൽ റൈറ്റ് നൗ എന്ന് പറയാനൊന്നുമല്ല, കാര്യം ഒന്ന് അറിയാനാ. പിന്നെ പ്രാർത്ഥിക്കാം. ഒന്ന് കൈ പൊക്ക അള്ളതേ കൈ പൊക്ക ഒന്ന് കാണട്ടെ. കണ്ടോ? ഇത്രയോ എണ്ണത്തിന് രോഗമൊക്കെ ഉള്ളവരാ. പക്ഷെ ഇരിക്കുന്ന കണ്ടോ എന്ത് സമാധാനത്തോടാ. മോളെ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ?
ഉണ്ട്, പ്രശ്നമുണ്ട്. എന്നാലും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടോ. എന്നാ ഇതിന്റെ കാര്യം? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരും. ഇന്ന് രാത്രി സമാധാനമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ മദ്യം സമാധാനം തരത്തില്ല. ഞാൻ കുടിച്ചിട്ടില്ലെങ്കിലും കുടിച്ചിട്ടുള്ള ചിലരോട് ചോദിച്ചു എങ്ങനെയായത്. അപ്പൊ ഒരുത്തനോട് പറഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ ഒരു പിമ്പിരിയാന്ന് പറഞ്ഞു. ഒരു പിമ്പിരി അത് നമ്മൾ അങ്ങനെയാണല്ലോ പിമ്പിരി, എനിക്കറിയത്തില്ല പറഞ്ഞോളൂ. എന്തായാലും ഒരു കാര്യം, ഇത് അന്നേരത്തെ ഒരു സുഖമേ ഉള്ളൂ. കാരണം നമ്മുടെ വീടാണെന്നും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലോട്ട് ചെന്ന് അങ്ങ് കയറുക. നമ്മുടെ വീടാണെന്നും പറഞ്ഞായി പോകുന്നത്. നമ്മുടെ സ്പാരിയാന്നും പറഞ്ഞ് മറ്റവളെ ചെന്ന് തോണ്ടും ചിലര്. ഇത് ചെന്ന് കഴിയുമ്പോഴേ അങ്ങനെയൊക്കെ ഉണ്ട്. വീടാണെന്നും പറഞ്ഞ് റോഡിലാ കിടക്കുന്നത്, വീടാണെന്നും പറഞ്ഞ് കടത്തന്നെ കിടക്കുക. വീട്ടുകാർ തപ്പി വരുമ്പോൾ അതാണ്ട് ചുരുണ്ട് കൂടി കിടക്കുന്നു. അപ്പം ഇത് കുറ്റമല്ലീ പറയുന്നത്. ഇതൊക്കെ തൽക്കാല സുഖങ്ങളാ. എന്നാൽ തൽക്കാല ശാന്തി തരുന്നതാ. നിത്യമായ സമാധാനം തരുന്ന ഒരേ ഒരു മാർഗം അത് സുവിശേഷമാ. ഇന്ന് രാത്രി ആ സുവിശേഷത്തിൽ വിശ്വസിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. ദൈവത്തിന് മഹത്വം. സുവിശേഷം സമാധാനം തരും. എങ്ങനെയൊക്കെയാ സമാധാനം? ഒത്തിരി പറയാനുണ്ട്. ഒന്ന് ദൈവത്തോട് സമാധാനം. അതിനാ ഒരിക്കൽ നമ്മളെല്ലാം ദൈവത്തിനെതിരായിരുന്നു ഒരു കാലത്ത്. ദൈവം നമുക്കെതിരല്ല, നമ്മളെതിരായിരുന്നു. ദൈവം ആർക്കും എതിരല്ല. ദൈവം സ്നേഹമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. അതിനെന്നാ തെളിവ്? അയ്യോ തെളിവെന്നാ? എല്ലാവർക്കും കൂടെ ഒരു സൂര്യനല്ലയോ? അതോ ദൈവത്തെ വിളിക്കുന്നവർക്കെല്ലാം ഒരു സൂര്യനും ദൈവത്തെ വിളിക്കാത്തവനെല്ലാം ഇരുട്ടത്തിരിക്കടാന്നാണോ? അല്ല, വിളിക്കുന്നവനും വിളിക്കാത്തവനും ഭജിക്കുന്നവനും ഭജിക്കാത്തവനും എല്ലാം ഒരു സൂര്യനെ ദൈവം അങ്ങ് ഉദിപ്പിക്കുക. അതെല്ലാവരും വട്ടം കണ്ടോണം. എല്ലാവർക്കും കൂടെ ഒരു ചന്ദ്രൻ, എല്ലാവർക്കും വായു, എല്ലാവർക്കും ജലം. ഇത് ദൈവം ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഞ്ഞും മഴയും അയക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദൈവം ശത്രുവല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന സഹോദര, സുഹൃത്തെ, മാതാവേ, പിതാവേ, അപ്പച്ച, അമ്മച്ചി, സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാ. അപ്പോൾ ദൈവം സ്നേഹമാ. പക്ഷെ നമ്മളെല്ലാം ദൈവത്തിനെതിരായിരുന്നു ഒരു കാലത്ത്. എന്താ? സുവിശേഷത്തിനെതിര്, ദൈവ പ്രവർത്തിക്കെതിര്, ദൈവത്തിനെതിര് ശത്രുക്കളായിരുന്നു നമ്മൾ. എന്നാൽ ആ എതിരായിരുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തോട് സമാധാനത്തിലാക്കിയ മാർഗമാ സുവിശേഷം. അതൊരു വേദപഠിതാവ് പറഞ്ഞിരിക്കുന്നത്, അവിടുന്ന് ക്രൂശിൽ കിടക്കുമ്പോൾ, ആണികളാൽ തറക്കപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഭാവനയാ, ആശയമാ, ഉപദേശമല്ല ആശയമാ. അദ്ദേഹം പറയുക, ഒരു കൈ ദൈവത്തെ പിടിച്ചു യേശു, ഒരു കൈ പാപികളും ദോഷികളുമാകുന്ന നമ്മളെ പിടിച്ചു. നമ്മളെ ഈ കൈ കൊണ്ട് പിടിച്ച് ദൈവത്തോട് നിരപ്പിച്ചു. ഇപ്പൊ നമ്മൾ ദൈവ മക്കളായി തീർന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ, കാൺമീൻ, നാം ദൈവമക്കളായി തീർന്നിരിക്കുക. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മക്കളായതുകൊണ്ടാണ് നമ്മൾ നേരിട്ടാ ഇപ്പൊ പറയുന്നത്, അപ്പച്ചാ. അല്ല, വേറെ പാസ്റ്ററോട് പറയണ്ട, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പറയണമെന്ന് പറയണ്ട, നേരിട്ട് പറയാം, നേരിട്ട് എന്ന് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ദൈവത്തോട്, ഇടയ്ക്ക് ആരെയും നിർത്തണ്ടെന്ന്, ഇടയ്ക്ക് ആരും വേണ്ടെന്ന്, നേരിട്ട് ദൈവത്തോട് കാര്യം പറയാം. അതുകൊണ്ടല്ലേ നമ്മളൊരു പാട്ട് പാടുകയല്ലേ, എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലവൻ എന്നാലുമേ, എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, അതെ. പാടുന്നില്ല, സമയം പോയത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമുക്കിപ്പം ദൈവത്തോട് പറയാം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം. അതെന്നാ, നമ്മളിപ്പം ദൈവമക്കളായി തീർന്നു. ആ ശത്രുത മാറ്റി. ഇതെങ്ങനെ മാറ്റി? ദൈവത്തോട് സമാധാനം വരുത്തി. സുവിശേഷം ആ സമാധാനം വരുത്തിയത് മാത്രമാണോ, ഇരുപക്ഷത്തെയും ഒന്നാക്കി. അങ്ങനെയൊക്കെ ആ വാക്യം എല്ലാം ഇപ്പൊ എടുത്ത് വായിപ്പിക്കുന്നില്ല. ദൂരസ്ഥരും സമീപസ്ഥരുമാകുന്ന രണ്ടു കൂട്ടരെ സമാധാനത്തിലാക്കി. ദൂരസ്ഥരാരാ? നമ്മളായിരുന്നു. സമീപസ്ഥരാരാ? യഹൂദന്മാർ. അവർക്കൊരു ചിന്തയുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആളാണ്, അടുത്ത പുള്ളിക്കാരാ. പക്ഷെ വചനം പറയുക, യുവമാര് ദൈവത്തിന് എതിരായിരുന്നെന്നാ. എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. അപ്പോൾ ദൂരസ്ഥരും സമീപസ്ഥരുമാകുന്ന നമ്മളെ സമാധാനത്തിലാക്കി. ദൈവത്തോട് സമാധാനമുണ്ട് മാത്രമാണോ നമുക്കും ഇപ്പോൾ സമാധാനമാണ്. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നാലും എത്ര സമാധാനത്തോടായിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ എവിടെയെങ്കിലും സുവിശേഷമൊക്കെ പറയുമ്പം ചില മുക്കിനോ മൂലക്കോ കടത്തിണയിലോ ഒക്കെ നിന്ന് സുവിശേഷം പറയുമ്പോൾ ചില ആൾക്കാർ, എല്ലാവരുമല്ല, നല്ല മനുഷ്യരൊന്നും വരികയല്ല, ചില ആൾക്കാർ വന്ന് ആ മുണ്ടുവൊക്കെ ഒന്ന് മടക്കി കുത്തിവെച്ച് നമ്മളെ ഇങ്ങനെ പോ ഓടിച്ചു വിടും. എന്നാ അത് വിടുന്നത്? ഉടനെ തന്നെ നമ്മൾ അങ്ങ് പോവുക. അതെന്നാ, ഉടനെ ആ ട്രാക്റ്റും എടുത്ത് മൈക്ക് സെറ്റും എടുത്ത് 2 വീലറാന്നേ 2 വീലർ, 4 വീലറാന്നേ 4 വീലർ എടുത്തുകൊണ്ട് നമ്മൾ പോകുക. അതെന്നാ അങ്ങനെ പോകുന്നു? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്.
ഇത് സമാധാനത്തിന്റെ മാർഗം. അതേസമയം ഒരു പാർട്ടിക്കാരോ മറ്റ് മതസ്ഥരോ മറ്റേ ആൾക്കാരോ ചെയ്യുന്ന യോഗത്തിന് അങ്ങനെ ഒന്ന് ചെന്ന് ആ ചെല്ലുന്ന കാണാം, പിന്നെ അവനെ കാണുകയില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നത് കണ്ട് പിന്നെ പുള്ളിയെ ചോദിക്കുക എന്ത് ചെയ്യുക, ആ പുള്ളി എന്ത് ചെയ്യുക, അത് കണ്ടില്ല. അങ്ങനെ അതിൻ്റെ രീതിയാണ്. ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ തിരുവല്ല ടൗണിൽ എന്തോ പ്രശ്നമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആണ്ട കൊടിയെല്ലാം പറിച്ച് കീറിക്കളയുന്നു. പാർട്ടിക്കാരുടെ കൊടി വേറെ പാർട്ടിക്കാർ, രണ്ട് പാർട്ടിക്കാർ തമ്മിലാണ്. ഒരു പാർട്ടിയുടെ കൊടി മറ്റേ പാർട്ടിക്കാർ വന്ന് പറിച്ച് കീറി അങ്ങ് ബഹളമാണ്. ഇനി നാളെ പേപ്പറിൽ അറിയാം എന്നാ വിഷയം എന്നാന്ന്. വണ്ടിയെ പോകുന്നതുകൊണ്ട് എന്നാന്ന് അറിയത്തുമില്ല, അല്ല അറിഞ്ഞിട്ട് വലിയ കാര്യവുമില്ല. ഇതൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഇതിങ്ങനെ വരും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ അളകണ്ട, ഇതൊക്കെ ഇറ്റുനോവിൻ്റെ ആരംഭമാണ്, വലുതിനെയും വരുന്നുണ്ട്. അങ്ങനെ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഇത് മറ്റുള്ളവനെ കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗമല്ല, മറ്റുള്ളവനെ ഉപദ്രവിക്കുന്ന മാർഗമല്ല, അവരൻ്റെ തല കൊയ്യുവാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല. ഇവിടെ ഞങ്ങൾ മാത്രം താമസിച്ചാൽ മതി, വേറെ ആരും വേണ്ട, അങ്ങനൊന്നും പറയുന്ന മാർഗമല്ലിത്. എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും അത് പ്രത്യാശയോടും ജീവിക്കണം. എല്ലാവർക്കും ആ സുവിശേഷം. അപ്പോൾ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു സമാധാനം തരും. യേശു സമാധാനം തരും. ഈ സമാധാനം കൈവരിക്കാൻ ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. മുമ്പേ പറഞ്ഞല്ലോ, ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ദൈവമേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനം. സ്തോത്രം. യേശു നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ യേശു നായകൻ സമാധാന എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട്, ഇത് സമാധാനം തരും. ഓടിച്ച് പറയാം ഒത്തിരി പറയാനുണ്ട്. ഇപ്പോൾ 2-3 കൂടെ പറയാം, അല്ലാതെ ഒക്കുകയില്ല. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 3, ഈ സുവിശേഷം അടുത്ത കാലത്ത് ഒപ്പിച്ചുകൊണ്ട് വന്നതല്ല. ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്ന സായിപ്പ് കൊണ്ടുവന്നതാണ്. നാളെ ഒരാൾ പറഞ്ഞ കപ്പലെ കൊണ്ടുവന്നത്. എടാ പൊട്ടാ, ഇത് കപ്പലെ കൊണ്ടുവന്നതല്ല. കപ്പൽ പ്രദർശനം ഇവിടെ നടക്കുന്നത്. അത് വേറെ യോനായുടെ ചരിത്രമാണ്. അത് പോട്ടെ, ഇവിടെ കപ്പൽ പ്രദർശനം ഇല്ലയോ? പിന്നെ അത് യോനാ പ്രവാചകനോടുള്ള ബന്ധത്തിൽ. ഇത് കപ്പലെ കൊണ്ടുവന്നതല്ല സുവിശേഷം, സായിപ്പ് കൊണ്ടുവന്ന് ഇറക്കിയതല്ല. പിന്നെയോ, ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതല്ല. പിന്നെ ഇത് മാർത്തോമക്കാരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയതല്ല. ഇത് ഇവാഞ്ചലിക്കാരുടെ CSIയിലെ മിഷണറിമാർ കൊണ്ടുവന്നതല്ല. പിന്നെ എന്താ സുവിശേഷം? സുവിശേഷം ദൈവം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. വായിച്ചോ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വായിര്. എല്ലാം വചനത്തിൽ നാമ പിന്നെ വലിയ ശല്യം വരികയല്ല. വായിച്ചേ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന് വായിച്ചു. വായിര്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തിരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. നിർത്ത്. അപ്പോൾ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം അടുത്ത കാലത്ത് ഒപ്പിച്ചതല്ലെന്ന്.
ഇത് സർവജ്ഞനായ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാഗ്ദത്തം ചെയ്ത് അവൻ മുമ്പ് കൂട്ടി വെച്ചത് ആ സുവിശേഷം. അത് ഞങ്ങളിപ്പോ പറയാൻ തന്നെ ഉള്ളൂ. അന്നേരം കേൾക്കുന്ന ചില പറയാ ഇവന്മാരിപ്പോ കൊണ്ടുവന്നതാന്ന് ഇവിടുന്ന്. അപ്പൊ ഓർത്തമ്മ എടാ ഇത് 100 വർഷം ആയുള്ളൂടാ ഇത് കൊണ്ടുവന്നിട്ട്. എടാ പൊട്ടങ്കണാപ്പാ ഇത് 100 വർഷമല്ല. സർവജ്ഞനായ ദൈവം തമ്പുരാൻ പുസ്തകത്തിൽ വായിച്ചു കേട്ടില്ലയോ? ആമൻ സ്വോത്രം നേരത്തെ കരുതി ഒരുക്കി വെച്ചതാന്ന്. ഉടനെ ചെല്ലു പറയാ ഇത് ഉണ്ണുണ്ണി സാറിന്റെ ആടാ സുവിശേഷം. ഉണ്ണുണ്ണി സാറിന്റെ ആണോ? ഉണ്ണുണ്ണി സാറിന്റെ അല്ല സുവിശേഷം. ഇത് ആരോ തോമാച്ചന്റെ ഒന്നും അല്ല സുവിശേഷം. കൊല്ലമല്ല കുഞ്ഞുമോന്റെ അല്ല സുവിശേഷം. പാസ്റ്റർ പോളിന്റെ അല്ല സുവിശേഷം. ആമെ കോനാട്ട് മൽപ്പാന്റെ അല്ല സുവിശേഷം. ഇത് കത്തോലിക്ക സഹോദരന്മാര് പിതാക്കന്മാരെ പറഞ്ഞല്ലോ. ഇത് ഡോക്ടർ ലെവീജിന്റെ അല്ല സുവിശേഷം. ആരാ ഡോക്ടർ ലെവീജ്? നിങ്ങൾക്ക് അറിയത്തില്ല. ചങ്ങനാശ്ശേരി ആദ്യത്തെ മെത്രാനാ ഡോക്ടർ ലെവീഞ്ച്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ട്. ഇത് കുരിയാളശ്ശേരി പിതാവിന്റെ അല്ല സുവിശേഷം. കാളാശ്ശേരി പിതാവിന്റെ അല്ല. കത്തോലിക്കരുടെ പ്രധാനപ്പെട്ട ആൾക്കാരാ, ആദരണീയരാ. ഇത് ഡോക്ടർ ലെവീഞ്ചിന്റെ അല്ല സുവിശേഷം. കാളാശ്ശേരി പിതാവിന്റെ അല്ല. ജെയിംസ് കാളാശ്ശേരി കുട്ടനാട്ടുകാരനാ. ആമെ കുരിയാളശ്ശേരി മാർ കുരിയാളശ്ശേരി അദ്ദേഹത്തിന്റെ അല്ല സുവിശേഷം. കാവുകാട്ട് പിതാവിന്റെ അല്ല സുവിശേഷം. ആന്റണി പടിയറയുടെ അല്ല സുവിശേഷം. ഇത് ഏതാ നമ്മുടെ പൗവത്തി തിരുമേനിയുടെ അല്ല സുവിശേഷം. ഇപ്പോഴത്തെ തിരുമേനിമാരുടെ ആരുടെ അല്ല സുവിശേഷം. ഇത് പോപ്പിന്റെ നല്ല സുവിശേഷം. സഭാനേതാക്കന്മാരുടെ അല്ല. ഇത് മെത്രാൻ കൊണ്ടുവന്നതല്ല സുവിശേഷം. സുവിശേഷം ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി ഒരുക്കി വെച്ചതാ. അങ്ങനെ എഴുതിയേക്കുന്ന. അങ്ങനെ ഒന്നുകൂടെ വായിച്ചോ. കേട്ടില്ലെന്ന് തോന്നുന്നു. വായിര് അതെല്ലാം മറിച്ചോ. വായിക്ക്. ദൈവം തന്റെ പുത്രനും. നിർത്താനായിട്ട് മടക്കിയതാണോ? ഇപ്പൊ നിർത്തുകയല്ല, സമയമായില്ല. വായിര്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം ഞങ്ങളിപ്പോ കൊണ്ടുവന്നതല്ല. സഭയുടെ നേതാക്കന്മാര് കൊണ്ടുവന്നതല്ല. സർവജ്ഞനായ ദൈവം ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. അയ്യോ ഒത്തിരി പറയാനുണ്ട്. ഇന്ന് നാളെയും പറഞ്ഞാൽ തീരുകയല്ല. ഒത്തിരി ഉണ്ട് പറയാം. എനിക്കാണ് ഇങ്ങനെ ഉള്ളം തുടിക്കുന്നു. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് തുടിപ്പങ്ങ് ഒതുങ്ങുക. സ്തോത്രം. എന്താ സുവിശേഷം? ദൈവം നേരത്തെ തീരുമാനിച്ചു വെച്ചതാ. എങ്ങനെ? വാഗ്ദത്തം ചെയ്തതാ. എങ്ങനെ? അയ്യോ വാഗ്ദത്തം ചെയ്തതല്ലേ? എങ്ങനെ? സുവിശേഷം യേശു ക്രിസ്തു. അതാ സുവിശേഷം. എന്തോ വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ. ആമൻ എത്രയോ കൊല്ലം മുമ്പ് എഴുതി വെച്ചതാ. ഉൽപ്പത്തി പുസ്തകത്തിലെ മോശയെ മുഖാന്തരം എഴുതിയ പുസ്തകം ആദ്യത്തെ ഗ്രന്ഥമാ ഉൽപ്പത്തി ഗ്രന്ഥം. ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തിയിൽ എഴുതി വെച്ചു എന്തുവാ? സുവിശേഷം ഇവിടെ വരുമെന്ന്. എങ്ങനെയാ എഴുതിയത്? സ്ത്രീയുടെ സന്തതി. അതാ എഴുതി വെച്ചത്. വന്നല്ലോ സ്ത്രീയുടെ സന്തതി. പുറപ്പാട് പുസ്തകത്തിൽ ഒരു പെസക കുഞ്ഞാട് അറുക്കപ്പെടുമെന്നുണ്ട് എഴുതി വെച്ചു. ആമേ ലേവ്യ പുസ്തകത്തിലും യാഗ കുഞ്ഞാടിന്റെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഖ്യാ പുസ്തകത്തിൽ ഒരു നക്ഷത്രം ഉദിക്കുമെന്ന്. ആവർത്തന പുസ്തകത്തിൽ ഒരു പ്രവാചകൻ വരുമെന്ന്. ആമേ യോശുവയുടെ പുസ്തകത്തിൽ ഒരു ന്യായാധിപൻ എഴുന്നേൽക്കും. ഇതെല്ലാം നേരത്തെ എഴുതി ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പൊ സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കും. ഇത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ദൈവത്തിന് മഹത്വം. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. എങ്ങനെ ജനിക്കും? അത് എഴുതി വെച്ചിട്ട് കന്യകാസൂനുമായിട്ട് ജനിക്കുമെന്ന് വായിച്ചോ. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 കൊല്ലത്തിന് മുമ്പ് പ്രവചന കുന്നിൽ കയറി യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കണ്ടോണ്ട് പറയുക എങ്ങനെ ജനിക്കും? 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14. എങ്ങനെ ജനിക്കും? വായിര്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. വിവരിക്കാൻ നേരമില്ല. അപ്പോ എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായിട്ട് ജനിക്കും. മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ഇനി ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത 9:6. വായിര്. പെട്ടെന്ന് വായിച്ചു. തീരുക 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഏകവചനമാണ്. നമുക്ക് ഒത്തിരി ശിശു ജനിച്ചെന്നല്ല, ഒരു ശിശു എന്നാ കേട്ടോ. നമുക്ക് ഒത്തിരി ശിശു ജനിച്ചു. അത് നമ്മുടെ വീട്ടിലെ അല്ലെ അപ്പുറത്തെ വീട്ടിലെ. ലോകത്തിലുള്ള സകലമനും രക്ഷപ്പെടാൻ ഒരു ശിശുവാ ജനിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അടുത്തത് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു മകനെന്നാ കേട്ടോ. ഒത്തിരി പോട്ടെ. ഒത്തിരി ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതും ആധിപത്യം അവന്റെ. എല്ലാം ഏകവചനമാ. ഒത്തിരി പേരില്ല കേട്ടോ. ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതും ഏകവചനമാ. പിന്നെ ഏകവചനമാ. അവന് അത്ഭുത മന്ത്രി. അതും
മന്ത്രികളെന്നല്ല, അത്ഭുത മന്ത്രി. പിന്നെ വീരനാം ദൈവം, അത് ഏകവചനമാ. ദൈവം ഒരുവനേ ഉള്ളു, വീരനാം ദൈവം. പിന്നെ നിത്യപിതാവ്, അത് ഒറ്റ പിതാവേ ഉള്ളു കേട്ടോ. അല്ല കിഴക്കൊരു പിതാവും പടിഞ്ഞാറൊരു പിതാവും തെക്കൊരു പിതാവും, അവിടെ ഒരു പിതാവ് ഇവിടെ ഒരു പിതാവ്, ഒറ്റ പിതാവ്. അങ്ങനല്ലേ എഴുതിയേക്കുന്ന. വായിക്ക്, എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു, വായിച്ചു കൊടുക്ക. നിത്യപിതാവ്, ഒറ്റ പിതാവേ ഉള്ളു കേട്ടോ. അത് നിത്യപിതാവാ. നിങ്ങളിൽ ആരും നായകനെന്ന് പേരെടുക്കരുത്, പിതാവെന്നും പേരെടുക്കരുത്. പുസ്തകത്തിൽ വാക്യമുണ്ട്, ഒരേ ഒരു പിതാവ്. നമുക്കൊരു പിതാവ് തന്നെ, നമുക്കൊരു പിതാവ് തന്നെ, നമുക്കേവർക്കും കൂടി ഇരുപതിന് സ്വർഗമൊന്നേയുള്ളൂ. നമുക്കേവർക്കും കൂടെ ഇരുപതിന് സ്വർഗമൊന്നേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഏക ദൈവം, ഏക പിതാവ്, ഏക സത്യ ദൈവം. അതാ നമ്മ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പൊ ശ്രദ്ധിച്ചേ, എവിടെ എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അതാ 9:6. ഇനി ആ ജനിക്കുന്ന ശിശു ശൈശവത്തിൽ എന്ത് കഴിക്കും? 7:14. പെട്ടെന്ന് വായിച്ചോ. 7:14. പെട്ടെന്ന് വായിര്. അയ്യോ, കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തൈരും തേനും കൊണ്ട് ശിശു ശൈശവത്തില്ലേ, എല്ലാം എടുക്കുന്നില്ല ദൈവത്തെ. ഏത് കുടുംബത്തിൽ നിന്ന് വരും? അത് എല്ലാം പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുക. 11:1 യെശയ്യാവ് 11:1. ഏത് കുടുംബത്തിൽ നിന്നാ വരുന്നെന്ന് വായിര്. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന്, ഇശായിയുടെ കുറ്റിയിൽ നിന്നാ എല്ലാം വ്യാഖ്യാനിക്കാൻ നേരം ഈ കുടുംബത്തിൽ നിന്നാ വരുന്നത്. ദൈവത്തിന് മകത്ത് അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ദൈവത്തിന് മകത്ത്. അപ്പോ സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത, ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനത്തിന്റെ മാർഗം. 3, ഇത് ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ഒരു കാര്യമോടെ പറഞ്ഞ് നിർത്താം. ഞാനാണ് ഒരു 10-15 കാര്യം പറയാനാ ഒരുങ്ങി ഓങ്ങി വന്നത്. എന്നാൽ നിങ്ങൾ ഇത്ര നേരം ഇരുന്ന് കേട്ടല്ലോ, വലിയ കാര്യം. ഒരു കാര്യമോടെ പറയാം. 4 ഒരു കണക്കാകട്ടെ. 4 സുവിശേഷവും 4 ദിക്കുമൊക്കെ അല്ലേ. അപ്പൊ 4 ഒരു കണക്കാകട്ടെ. സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3ാമത്തെ വാക്യം വായിച്ച് അങ്ങ് നിർത്താം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. അമ്മേ ഇതൂടെ കേട്ടേച്ച് പോയമ്മേ, ഇരിക്കമ്മേ. സുവിശേഷത്തിന്റെ അമ്മ പൊക്കോ. വണ്ടി പോയാ പിന്നെ എനിക്ക് വിടാനൊക്കത്തില്ല. അമ്മ പൊക്കോ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അപ്പൊ ശ്രദ്ധിച്ച്, സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. സുവിശേഷം പ്രത്യാശ തരും. എന്താ പ്രത്യാശ? ഒത്തിരി പറയാനുണ്ട്. എന്തുവാ നമ്മുടെ പ്രത്യാശ? എന്റെ ഭാഷയെ ഞാൻ പറയാം. 1, നമ്മുടെ പ്രത്യാശ എന്നറിയാവോ? നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഒരു സന്തോഷവും. അത് ഞാനിപ്പോ പറഞ്ഞത് കൊണ്ട് അയക്കട്ടൊന്ന് ഇരിക്കട്ടെന്ന്. എനിക്കിട്ട് വേണ്ട. ഇത്ര നേരം ആൾ കിടന്ന് അലർജിയതല്ലോ, എന്നാ പുള്ളിക്ക് വന്നിരുന്നോട്ടെ. എനിക്കല്ല. സുവിശേഷത്തിന്റെ പ്രത്യാശ, നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഇങ്ങനെ പറഞ്ഞു പോയ ഏത് നേതാവുണ്ട്? പോയിട്ട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, മിണ്ടാതെ. എങ്ങനെ അപ്പച്ചൻ പോയത്? തീർന്നു. ഒന്നും പറയാതെ ഒറ്റയിക്കളിനെ ഉള്ളായിരുന്ന അപ്പച്ചൻ. എന്നാൽ നമ്മുടെ കർത്താവാകുന്ന യേശു അങ്ങനാണോ പോയത്? അയ്യോ, പോകുന്നതിന് മുമ്പ് അരിമ ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിനും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് പറയുക, പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുകയാ. പോയിച്ച് ഞാൻ നാടൻ ഭാഷയാക്കണം. ഞാൻ എനിക്ക് അല്പം സ്റ്റാൻഡേർഡ് കുറവാ. അപ്പം ചില നാടൻ ഭാഷയൊക്കെ പറയും. നിങ്ങൾ പറയോ അതൊന്നും പറയണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയും. എന്നാലും അങ്ങ് പറയുക, നമ്മുടെ നേതാവ് പോയത് ഒരു പോക്ക് അങ്ങ് പോകുകയല്ല. അതാ നിങ്ങളെല്ലാം ഇവിടെ ഇരുന്നോ, ഞാനൊരു പോക്ക്. അങ്ങനല്ല. നേതാവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് അവിടെ ഇരിക്കുകയല്ല, തിരിച്ചു വരും. തിരിച്ചു വന്ന് നിങ്ങളെല്ലാം കണ്ടിച്ച് ഹായ് മേരി അങ്ങനെ പോകുമല്ല. തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് എതിലേലും പൊക്കോടാന്നല്ല, എൻ്റെ അടുക്കൽ ഇരുത്തും. ഇതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയാ സുവിശേഷം തരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവ് ആരാ? യേശുക്രിസ്തു. നമ്മുടെ രക്ഷകൻ ആരാ? യേശുക്രിസ്തു. നമ്മുടെ നായകൻ ആരാ? യേശുക്രിസ്തു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാ? യേശുക്രിസ്തു. നമ്മുടെ രക്ഷകൻ ആരാ? യേശുക്രിസ്തു. നമ്മുടെ ദൈവം ആരാ? മഹാദൈവവും രക്ഷകനുമായ യേശുക്രിസ്തു. ആ കർത്താവ് തിരിച്ചു വരും. ഇതാ നമ്മുടെ പ്രത്യാശ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. ഒത്തിരി ഉണ്ട് പറയാൻ. 2, അതുകൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ പ്രത്യാശയുടെ വിശേഷത 2, നമ്മളെ വിട്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ ഒരു ദിവസം കാണും.
നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ വേണ്ടപ്പെട്ടവരൊക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ കല്ലറെ കൊണ്ട് അടക്കിയിരിക്കുക. അവരെ നമ്മൾ ഒരു ദിവസം കാണും. അതായി പ്രത്യാശ തരുന്നത്. അങ്ങനെ കാണുന്നത് പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല, പുത്തൻ ശരീരത്തോടാണ്. അല്ലാതെ പട്ടി ഓടുമ്പം അച്ചാനാന്നാ തോന്നുന്നത്. അച്ചാനാന്നോടാ 4 കാലുമായിട്ട് ഓടുന്ന വാലും കിളിച്ചോണ്ട്. അച്ചായൻ എന്തിനാടാ പട്ടിയായിട്ട് വരുന്നത്? അച്ചായൻ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കോഴിയായിട്ടും കൊക്കായിട്ടും ഒന്നുമല്ല വരുന്നത്. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് പുത്തൻ ശരീരത്തോടെ വരും. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഒരു ദിവസം കാണും. അത് പുത്തൻ ശരീരത്തോടെ കാണും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയമായി ഇന്ന് ആ വാച്ചും പിടിച്ചോ. നിർത്തി. ഒത്തിരി പറയാനുണ്ട്, എന്നാൽ ഇത്രയും മതി. ഗുണവാകാനാന്ന് ഇതൊക്കെ മതി. ആമേൻ. പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ട? സകല സൃഷ്ടികളും സകല ജാതികളും. ആരാ പറയേണ്ടത്? സകല ദൈവമക്കളും ഇത് പറയണം. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. എങ്ങനെ കേൾക്കണം? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് ഇത് കൈക്കൊള്ളണം. അടുത്തത് സുവിശേഷത്തിന്റെ വിശേഷത. 4 കാര്യം പറഞ്ഞു. 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗം. ആമേൻ, സ്തോത്രം. 3 എന്തുവാ ഞാൻ പറഞ്ഞ 3-ാമത്തെ പോയിന്റ്? അത് ഞാനും മറന്നുപോയി. ഇത് രക്ഷിക്കുന്ന മാർഗം, സമാധാനം തരുന്ന മാർഗം. പിന്നെ ദൈവം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാന്ന്. പുരാതനമായി ഇത് വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. അടുത്ത കാലത്ത് കൊണ്ടുവന്നതല്ലെന്ന്. 4, സുവിശേഷം പ്രത്യാശ തരുന്നതാണ്. ഈ പ്രത്യാശയോടെ വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. ഏതാ തിരുസഭ? രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോട് മനുഷ്യരുടെ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് കർത്താവിന്റെ വരവിനായി നോക്കിപ്പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ വിധത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ പുത്തൻ ശരീരത്തോടെ ഉയർക്കും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്ത് ദൈവത്തിന് മഹത്വം അല്പസമയം കൊടുത്താട്ടെ. സ്റ്റേജിൽ നിൽക്കുന്നവർക്കൊന്ന് എഴുന്നേക്കാൻ. പാട്ടുകാരൻ മുമ്പോട്ട് വരാം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്നേ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. എഴുന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം ഓരോരുത്തരും പോകും. അപ്പൊ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അഥവാ പോകേണ്ടവർ എഴുന്നേറ്റ് പോക്കോ. അപ്പൊ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരാ പോകുന്നെന്ന്. സ്വത്രാഴ്ച എടുത്തില്ലേ? എന്നാ എടുത്തോ. സ്വത്രാഴ്ച അത് മുടക്കണ്ട. പ്രസംഗം നടന്നില്ലല്ലോ, അത് എടുക്കട്ടെ. അങ്ങോട്ട് കൊടുത്തു. പെട്ടെന്ന് കൊടുക്ക്. പാട്ടിന്റെ ഈരടി പാട്. പഴയ പാട്ടാ. കൈ അടിച്ച് ചേർന്ന് പാടി. കൈ അടിച്ച് കണ്ണടച്ച് കൈ അടിച്ചോണ്ടിരിക്കരുത്. സ്വോത്രകാഴ്ച പാടാൻ പറഞ്ഞ് കണ്ണടച്ച് ഇറുക്കി അടിച്ച് അങ്ങ് അടിച്ചിരിക്കുകയല്ല. അതുകൂടെ എടുത്ത് നമുക്ക് സന്തോഷിച്ച് വേണം ഇന്ന് രാത്രി തിരികെ പോകാൻ. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നമികം ഗമിച്ചൂതരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നമികം ഗമിച്ചൂതരെ. വിവിധ വേളയിൽ മരിച്ചു അകന്നുപോയ വിശ്വസ്തരെ. അരുണ തുല്യമധുരി വിളങ്ങി പല പ്രിയ മുഖങ്ങളെ. അരുണ തുല്യമധുരി വിളങ്ങി പല പ്രിയ മുഖങ്ങളെ. ചാലേ പുരേ കാണും ഞാനും മോക്ഷപുരേ.
இரவும் பகலும் இவையப்பட்டு பாடும் கீதம் சானந்தம் இதுதന്നെ എനിക്കാലം இதுதന്നെ എനിക്കാലം കാണോ ഞാൻ മോക്ഷാപുരേ പാദം ചാരേ ശാലേന്ദുരേ കാണോ ഞാൻ മോക്ഷാപുരേ പാദം ചാരേ ശാലേന്ദുരേ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഒരപേക്ഷ, 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? എല്ലാവരും 1 നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ആ കരങ്ങളൊന്ന് വീശി 1 മിനിറ്റ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തും. എല്ലാ കരങ്ങളും വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തു